ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ കാരണം പിന്നെ പറയാം. അപ്പോൾ ഞാൻ ദോശ കഴിക്കുകയാണ്. ജാഗരി ഇട്ടിട്ടുള്ള ദോശയാണ്. പക്ഷേ ഞാൻ ദോശ കാണിക്കാത്തതിന് കാരണം ഞാൻ ദോശ മറിച്ചപ്പോഴത്തേനും ദോശ രണ്ടായിട്ട് പിളർന്നു പോയി. പിന്നെ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് മറിച്ചൊക്കെയാണ് ഉണ്ടാക്കിയത്. കാരണം പെട്ടെന്ന് ധൃതിയിൽ ഞാൻ ചുടുമായിരുന്നു. പെട്ടെന്ന് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ കാരണം എൻ്റെ നോർമൽ പ്ലാൻ ഇന്ന് വ്യത്യാസമുണ്ട് ഇന്ന്. അതുകൊണ്ടാണ്. പിന്നെ ഓറഞ്ച് കഴിച്ചു. അതിനുശേഷം ഞാൻ ചെയ്യാൻ വച്ചിരുന്ന ജോലി കാണിച്ചു തരാം. ഈ കൂമ്പാരം കിടക്കുന്ന ക്ലോത്ത് മുഴുവൻ മടക്കി വെക്കാനുണ്ടായിരുന്നു. വാഷ് ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ ഈ ഭാഗം ഓർഗനൈസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ പ്ലാൻ മാറി. ആ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കോളേജിലെ ഫ്രണ്ട് എന്നാണ് പേര്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് കോളേജിൽ വരാനും ഒക്കെ കൂടെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ട്രിവാൻഡ്രത്തുള്ള എല്ലാവരെയും കാണാമെന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പോകാമെന്ന് വെച്ചു. അങ്ങനെ പെട്ടെന്ന് പ്ലാനൊക്കെ മാറി. ഞാൻ ഈ ഡ്രസ്സിൻ്റെ അൺബോക്സിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രസ്സാണ്, എനിക്കിഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിരികം വരച്ച ശേഷം സൺസ്ക്രീൻ ഇടുന്നുണ്ട്. കാരണം മോയ്സ്ചറൈസറും സിറമൊക്കെ നന്നായിട്ട് അബ്സോർബ് ആകണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സ്കിൻ കെയറിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മേക്കപ്പ് ചെറുതായിട്ട് ചെയ്യുന്നുള്ളൂ. ഒരു ആഡംബരം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ചെയ്യണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നത്. ദെൻ ഐലൈനറും കാജലും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. കാജൽ ചേമ്പറിൻ്റെ ആയിരുന്നു, ഐലൈനർ മാൾസിൻ്റെ ആയിരുന്നു. ഇത് കഫ്താൻ ലാഷസിൻ്റെ കൺസിലറാണ്. 2-3 കുത്തിട്ടിട്ട് അതങ്ങ് ബ്ലെൻഡ് ചെയ്യുകയാണ്. എനിക്ക് ചെറിയൊരു കവറേജ് മതി, ഒന്ന് സംതൃപ്തി. കൺസിലർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫൗണ്ടേഷൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ് ലൈനർ, മൈഗ്ലാം, ലിപ്സ്റ്റിക്കും മാമഎർത്താണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഈ സ്പെക്സ് ഒക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് ഐ മേക്കപ്പിന് വലിയ പ്രസക്തിയൊന്നുമില്ല, എന്നാലും ഇതാണ് എൻ്റെ ഒരു ലുക്ക് കേട്ടോ. പിന്നെ പുരുകൻ ചുളിച്ചതിന് കാരണം വെയിലായതുകൊണ്ടാണ്. മലയങ്കിഴി ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് ആവണി മോൾ വന്നിട്ടുണ്ടായിരുന്നു. ആവണി സ്കൂട്ടർ വർക്ക് ചെയ്യാൻ പോയി. പല്ല് ഇളകിയ കഥയാണ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഐഷാഡോ ഒക്കെ അപ്ലൈ ചെയ്ത് മേക്കപ്പ് ഇട്ടിട്ടാണ് ഇനി വന്നിട്ടുള്ളത് കേട്ടോ. മലയൻകീഴിൽ നിന്ന് നമ്മൾ പിന്നെ തമ്പാൻ്റെ അടുത്തേക്ക് ബസ്സിനാണ് പോയത്. അപ്പോൾ നമ്മൾ പോത്തീസാണ് എല്ലാവരും കണ്ടുമുട്ടുന്നത്. നമ്മൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോരിച്ചു നിന്ന മഴയും ഇടിവെട്ട് മിന്നലും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഓവർബ്രിഡ്ജിൻ്റെ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ കാത്തു നിൽക്കുകയാണ്. മഴ തുറന്നിട്ട് പോത്തീസിലോട്ട് പോകാമെന്ന് വെച്ചിട്ട്. പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. കാരണം എൻ്റെ കയ്യിൽ കുടയില്ലായിരുന്നു, അതാണ് കാരണം. അവരുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു. പിന്നെ ഇത് ലയനയാണ്, പിറകിൽ ബാഗ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സുസ്മികയാണ്. ഇവർ രണ്ടായിരം മെഡിക്കൽ കോളേജിൽ, ഹോമിയോ മെഡിക്കൽ കോളേജിൽ PG ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് വന്നു. ഇവർ ലേറ്റായിട്ട് വന്നു നമ്മളെക്കാളും. പിന്നെ ഇത് സിത്താര വൈറ്റ് മെമ്മോറിയലിൽ പഠിപ്പിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ സാരിയെക്കുറിച്ചുള്ള ഉടുത്തിരിക്കുന്ന രീതിയും ഡ്രസ്സിൻ്റെ ഭംഗിയും കളറും പാറ്റേണും ക്ലോത്ത് ഭംഗിയൊക്കെ ചർച്ച ചെയ്യുവാണ് ഇവർ കൂടമായിട്ട്. ആവണിയുടെ മോക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. കാരണം വലിയ മുതുക്കികളോടെ നിന്നിട്ട് കുഞ്ഞുകുട്ടി എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൻ്റെ സന്തോഷത്തിലാണ്. ദെൻ നമ്മൾ ഒരു മിറർ കണ്ടപ്പോഴത്തേക്കും ഉള്ള പ്രഹസനമാണ് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ ആൾ, നീനു ആണ്. എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നീനുവിൻ്റെ മോളാണ്. ഒന്ന് മോനെ നേരെ കിട്ടിയിട്ടില്ല, ഓടിക്കളിക്കുവാണ് നോക്കിയപ്പോഴത്തേനും. ഇത് നയനയുടെ മോനുണ്ട്. നയന നമ്മുടെ ട്രിവാൻഡ്രത്തിനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആസാദിൽ ഇവിടെ ഓവർബ്രിഡ്ജുള്ള അവിടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് കഴിക്കാനുള്ള ഒരു സൗകര്യമുള്ള ഒരു പ്ലേസ്. ആ ഒരു പോത്തീസിൻ്റെ അടുത്ത്. പോത്തീസിലെ ഫുഡ് കോർട്ടിൽ അങ്ങനെയുള്ള സ്ഥലമൊന്നുമില്ല. പണ്ട് ഫുഡ് കോർട്ട് നല്ലതായിരുന്നു. ഇപ്പം കുറച്ചൊരു സ്പേസ് നോർമൽ ഒരു ക്യാൻറ്റീൻ വൈബാണുള്ളതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിച്ചു. ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ എന്താ കഴിച്ചത്, ബട്ടർ നാനും ചില്ലി ചിക്കനും ആയിരുന്നു. നമ്മൾ ഷെയർ ഇട്ട് വാങ്ങിച്ച് കഴിച്ചതാണ് കേട്ടോ. ഒരു ചെറിയ ചായ കുടിക്കാനെന്ന്, ചായ സ്നാക്കും എടുക്കാമെന്ന് വിചാരിച്ച് കയറി. പക്ഷേ അവിടെ സ്നാക്ക് ഉണ്ടായിരുന്നില്ല, ചായയും കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വെച്ചു. ദെൻ ഞാൻ കരുതി എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ലേറ്റായാലോ, ഞാനിപ്പോൾ 8 മണിക്ക് മുന്നേ കഴിക്കലുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഇത് നല്ല ദിവസമായിരുന്നു. എനിക്ക് നല്ല ഒരു ഹാപ്പി ഫ്രഷ് മൂഡ് ഫീൽ ചെയ്തു. നമ്മൾ mid-20 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രഗിൾസൊക്കെ തുടങ്ങും. പ്രാരാബ്ദവും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വൈബ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുറച്ചുകൂടെ യങ് ആയിട്ട് നമ്മുടെ കോളേജിലൊരു വൈബില്ലേ, ആ ഒരു ഭയങ്കര ചിൽ കൂൾ മൂഡ് കിട്ടും. സോ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ട് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ സ്കിൻ കെയർ ഇതിനിടയ്ക്കുള്ള ഷൂട്ട് ചെയ്യാത്തതിന് കാരണം വന്നിട്ട് ഞാനൊരു 3 മണിക്കൂറിനകത്ത് 10 വട്ടം കറണ്ട് പോയി. അത്രയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നു വരുന്നു. അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്തില്ല. വന്നിട്ട് ഞാൻ ഒരു ഓറഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മേലെ തല കഴിവില്ല, കാരണം തൊണ്ടയ്ക്ക് ഒരു കിച്ച് നോക്കുമ്പോഴത്തേനും. പിന്നെ സ്കിൻ കെയറിൽ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത് ടോണറാണ്, ഗ്ലൈക്കോളിക് ആസിഡ് ടോണറാണ്. പിന്നെ മോയ്സ്ചറൈസർ അലോവേര ജെല്ലായിരുന്നു. പിന്നെ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഞാൻ ആക്സിലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഞാൻ ആഴ്ചയിൽ 2 ദിവസം അപ്ലൈ ചെയ്യലുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പുറത്ത് പോയിട്ട് വന്ന ദിവസമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. കാരണം നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ പൊല്യൂട്ടഡ് ആകുന്നത് പുറത്ത് പോകുമ്പോഴാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റിംഗും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം.